തണ്ണീർത്തട സംരക്ഷണ പരിധിയിൽ നിന്നും തോടുകളുടെ സമീപത്തെ പ്രദേശങ്ങളെ ഒഴിവാക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ഒഴിവാക്കാനും തീരുമാനമായി. തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി ഡിജിറ്റൽ മാപ്പിംഗ് പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഭാരതപ്പുഴയോരത്തും കായലോരത്തും പ്രദേശത്തെ തണ്ണീർത്തട സംരക്ഷണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. കായലിന് സമീപത്തെ തോടുകളോട് ചേർന്നുള്ള ഭാഗങ്ങളും തണ്ണീർത്തട സംരക്ഷണ പരിധിയിലാണ് ഉൾപ്പെട്ടത്. ഇത് പൊതുജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതിനെ തുടർന്നാണ് ഈ പ്രദേശങ്ങളെ തണ്ണീർത്തട പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇത്തരം പ്രദേശങ്ങൾ കണ്ടെത്തി ക്രമീകരിക്കാനും യോഗം തീരുമാനിച്ചു. ചെറുതോടുകൾ കായലിൽ നിന്നും വെള്ളം കയറുന്ന കടവനാട് പോലുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ തോടുകളുണ്ട്. ഈ തോടുകളിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളും തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന തരത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ആലോചിച്ച് ഒരു കറക്ഷൻ എന്നുള്ള നിലയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഈ തോടുകളോട് ചേർന്നുള്ള പ്രദേശങ്ങൾ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിലേക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നമ്മൾ അയക്കും. പ്ലാസ്റ്റിക് മാലിന്യം കൂടുതൽ ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങളുടെ യൂസർ ഫീ പകുതിയായി കുറക്കാനും നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.